Hi dears, welcome back to my YouTube channel. ഇന്ന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കൊല്ലം ആശ്രാമ മൈതാനത്താണ് കേട്ടോ. അവിടെ നവകേരളത്തിൻ്റെ 10ാം വാർഷിക പരിപാടിയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ചെല്ലുന്നത് ഒരു സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നുള്ളൂ, വലിയ ക്രൗഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഈ നവകേരളം ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡേക്ക് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ചെന്ന സമയത്തിൻ്റെ ആണോ എന്നുള്ളത് അറിയത്തില്ല. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് കയറി കഴിയുമ്പോൾ ഇങ്ങനെ പിണറായി സർക്കാരിൻ്റെ 10ാം വാർഷികത്തിലേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാണാനായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാരവനാണ് കേട്ടോ. ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ അതിനകത്ത് കയറാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ഫിഷിൻ്റെയൊക്കെ ഒരു 3D എഫക്റ്റിലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു രസം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ തിര വരുന്നത് പോലെ അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും അങ്ങോട്ടേക്ക് പോയി നിൽക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ തള്ളി വിട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ പിന്നെ നെൽപ്പാടം പോലെ ചെറിയതായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളവും ഒക്കെ ആയിട്ട് അതും കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ബ്യൂട്ടി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചെറിയൊരു വീടായിരുന്നു കേട്ടോ. അതിൻ്റെ വീടിൻ്റെ അവിടെ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പണ്ട് കാലത്തെ ആ ഒരു വീടാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കുട്ടികളെയൊക്കെ അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ ഇതുപോലെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ ഇപ്പോൾ വരാനായിട്ടുള്ള റോഡുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു റൂട്ട് മാപ്പും എല്ലാം വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് കാണുന്നത് നമ്മുടെ കൊല്ലത്തുള്ള കുറേ ടൂറിസ്റ്റ് ഏരിയസാണ് കേട്ടോ. എവിടേക്കാണ് ടൂറിസ്റ്റ് ഏരിയ എന്നുള്ളത് അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ മെഡിക്കൽ ഫീൽഡ് നഴ്സിങ്ങിൻ്റെ സെക്ഷനും കാര്യങ്ങളും എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ റെസ്ക്യൂ ഫോഴ്സിൻ്റെ ഡെമോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് റോബോട്ടിൻ്റെ സെക്ഷനാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെമോയും കാണിക്കുന്നുണ്ട്. റെസ്ക്യൂ ടീം എന്തൊക്കെയാണ് ചെയ്യുന്നത്, റെസ്ക്യൂ ഫോഴ്സിൻ്റെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ
പോലീസൊക്കെ നിൽക്കുന്ന സെക്ഷനിൽ പോലീസിൻ്റെ കാര്യങ്ങളും അവിടുത്തെ അവരെന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള എല്ലാം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ സെക്ഷനിലും ഓരോന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവിടെ ആളുകളുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം പറഞ്ഞു തരും കേട്ടോ, അപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കൊരു സങ്കടം തോന്നി. ഇത് ചൂരൽമലയാണ് കേട്ടോ. ആ ചൂരൽമലയിൽ അന്നുണ്ടായ മലയിടിച്ചിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും റെസ്ക്യൂ ഫോഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതോടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെയും ഫ്രണ്ടിലേക്കാണ് കേട്ടോ പോണത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാണുന്നത് കസബ പോലീസ് സ്റ്റേഷൻ കൊയിലോൺ എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു ജയിലാണ് കേട്ടോ. ആ ജയിലിൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ കസബ പോലീസ് സ്റ്റേഷനിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ അതിനകത്ത് കയറി നിന്നിട്ട് ഇങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ വൈക്കം മുഹമ്മദ് ബഷീർ കൊല്ലം പോലീസ് സ്റ്റേഷനിലെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷൻ ആണ്. അതിൻ്റെ കൂടെ തന്നെ ആ പോലീസ് യൂസ് ചെയ്യുന്ന കുറേ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും. അപ്പോൾ ഇത് അതിലുള്ള അവർ സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഫോണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരികയും കുട്ടികളുടെ കയ്യിലത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മോനോട് ഹലോ പറയാനും പേര് പറയാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവിടെ പ്രസ് ചെയ്ത് പിടിക്കാനാണ് കേട്ടോ ആ സാറ് പറയുന്നത്. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ മോള് കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോനതെടുത്ത് അതുപോലെ ആ പറയുന്നത് പോലെയൊക്കെ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ നന്നായിട്ട് കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ പോലീസിൻ്റെ ക്യാപ്പുകളാണ് കേട്ടോ, പോലീസ് തൊപ്പികളാണ് ഒരുപാട് കാണുന്നത്. അപ്പോൾ അതെല്ലാം ഒറിജിനലാണ് കേട്ടോ. ഈ സംഭവങ്ങൾ എല്ലാം തന്നെ ഒറിജിനലാണ്. ഈ പോലീസ് തൊപ്പി കാണുന്ന പോലെയല്ല, ഫസ്റ്റ് ടൈമാണ് ഞാനിതൊക്കെ പിടിച്ച് നോക്കുന്നത്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലെ തന്നെയല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ ഗണ്ണുകളായിരുന്നു കേട്ടോ. ഇതെല്ലാം തന്നെ ഒറിജിനൽ ഗണ്ണുകളാണ്. അതൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് പിടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവർ എടുത്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനും ഇവിടെ ഇരിക്കുന്ന പോലീസും എല്ലാം തന്നെ ഒറിജിനൽ പോലീസാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ തന്നെ നമുക്കിതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തരും, എങ്ങനെയാണ് പിടിക്കേണ്ടത്, ഏത് രീതിയിലാണ് പിടിക്കേണ്ടതെന്നും അത് ഷൂട്ട് ചെയ്യുന്ന രീതി അങ്ങനെയൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മോളുടെ ആ ഒരു ഇതിനനുസരിച്ചാണ് ഈ ഒരു ചെറിയൊരു ഗണ്ണ് എടുത്തു കൊടുത്തത്. എന്നിട്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം മോൻ്റെ കൊടുത്തപ്പോൾ മോൻ കുറച്ച് സിനിമയും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത്. ഇത് കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെയധികം ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇതൊരു ജില്ലാ ജയിലാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കുറച്ച് പേര് അതിനുള്ളിലേക്ക് കയറ്റുള്ളൂ. അതിനുശേഷം അവർ പുറത്തിറങ്ങിയതിന് ശേഷം നെക്സ്റ്റ് കുറച്ച് ആൾക്കാരെ കയറ്റും. അപ്പോൾ ആ ജില്ലാ ജയിലിനകത്ത് മുകേഷ്, നമ്മുടെ കൊല്ലത്തിൻ്റെ MLA യും നടനുമായിട്ടുള്ള മുകേഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇറങ്ങി വന്നതിന് ശേഷം ഈ റെസ്ക്യൂ ഫോഴ്സിനെയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കാണാനായിട്ട് ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ റോബോട്ടിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് മുകേഷിനെ കാണുന്നത്. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് മുകേഷിൻ്റെ കൂടെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികളോട് പറഞ്ഞപ്പോൾ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവരെ എടുക്കാനായിട്ട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഇതുപോലെ ഒരു കായിക കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു തിയേറ്റർ, അതിലൊരു പഴയ ഒരു മൂവി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതുപോലെ കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ ആരോ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നടുക്കി കൊടുക്കുന്നവർക്ക് ചെറിയൊരു ഗിഫ്റ്റായിട്ടൊരു പെന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ ഇതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അവനിക്കൊരു പെന്നും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മോൻ അതിനിടയിൽ കൂടെ തന്നെ ബാസ്കറ്റ് ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നെറ്റിനകത്തോടെ വീണ് താഴേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മളിത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ വരുന്നത്. ഇവിടെ നമ്മൾ ഷിപ്പും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഫിഷുകൾ ഇതുപോലെ ചെറിയ ടാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കൂടി കിടക്കുന്ന കല്ലുമ്മക്കായാണ് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ കല്ലുമ്മക്കായ അങ്ങനെ കൂടിയിട്ടാണ് ഇരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുടുംബശ്രീയുടെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ നെയ്ത ഡ്രസ്സുകൾ. അപ്പോൾ ഇത് പുറത്ത് തന്നെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. മുണ്ട് നെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ പുറത്തായിട്ട് ഗാനമേള ഉണ്ടായിരുന്നു. എനിക്ക് ആരാണെന്നൊന്നും ഇവിടെ വന്ന് പാടിയതൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നോക്കി നിന്ന് വന്നിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റമീസ് ഹോട്ടലിലാണ് കേട്ടോ വന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലാണ് കേട്ടോ ഇത് കൊല്ലത്തെ. അവിടെ വന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.